ഹായ്, വെൽക്കം ടു എഫ് കുക്കറി വ്ളോഗ്സ്. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇറച്ചിപ്പുട്ടിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ ഇത് ഞാനിന്ന് ചിക്കൻ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണേ. അപ്പോൾ ഞാനിവിടെ 125 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ച ചിക്കനാണ് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കുറച്ചധികം വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിരുന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് പുട്ടിൻ്റെ മാവ് ഒഴിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് തേങ്ങാ വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും നമ്മുടെ പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വിരവിയെടുക്കുക. അപ്പോൾ എല്ലായിടവും വെള്ളം എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് വിരവിയെടുക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഈ പുട്ടിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. ഇതുപോലെ എടുത്തൊന്ന് ഉരുണ്ട പിടിച്ച് നോക്കുക. അപ്പോൾ ആ കറക്റ്റായിട്ട് ആ ബോൾ അങ്ങനെ തന്നെ നിൽപ്പുണ്ടെങ്കിൽ നമ്മുടെ മാവിൻ്റെ പരുവം കറക്റ്റായിരിക്കും. അപ്പോൾ അത് മടച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം അടുപ്പ് കത്തിച്ച് കൊടുക്കുക. അതിലേക്കൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3ഉം കൂടെ ക്രഷ് ചെയ്തത് ഇതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക്, 1 ഇഞ്ച് നീളത്തിനുള്ള ഇഞ്ചി, ഇത്രയാണ് എടുത്തിട്ട് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് വാട്ടിയെടുക്കുക. ഇതേ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഉള്ളിയുടെ നിറമൊക്കെ മാറുന്നത് വരെ വാട്ടിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളിയുടെ നിറമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് ഗരം മസാല 1 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ മസാലയുടെ മണവും ടേസ്റ്റും കൂടും. അതിനാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഞാനിത് ഹോം മെയ്ഡായിട്ട് തന്നെ ചെയ്തെടുത്ത ഗരം മസാലയാണ്. ഞാൻ ഇതിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി, മുളക് പൊടിയുടെയൊക്കെ ആ ഒരു റോസ് സ്മെല്ല് മാറുന്നത് വരെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിക്കാവേ. അപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നും ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്ത പീസ് വേണ്ടാന്നുള്ളവരെ എടുക്കണ്ട. പക്ഷേ ഇതാണ് എനിക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലോട് കൂടി തന്നെ ഇട്ടിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിരിക്കുന്ന തവി കൊണ്ടൊന്ന് കുത്തിയെടുക്കുമ്പോൾ ആ എല്ലിൽ നിന്നൊക്കെയുള്ള ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടെ കുറച്ച് ഇറങ്ങുമ്പോൾ നമ്മുടെ ഈ ഗ്രേവിയുടെ ടേസ്റ്റ് കൂടും. അതിനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. മാക്സിമം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തുനിന്ന് ഞാൻ ആ എല്ലുകൾ ഓരോന്നായിട്ട് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് ഇതിൻ്റെ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ എത്രത്തോളം സ്റ്റോക്ക് വാട്ടർ ഉണ്ടോ അത്രയും ഇതിനകത്തോട്ട് ഒഴിച്ചതിന് ശേഷം നമ്മളത് വറ്റിച്ചെടുക്കുമ്പോൾ ഈ ഗ്രേവിയുടെ ടേസ്റ്റ് അസാധ്യ ടേസ്റ്റ് ആയിരിക്കും. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ചെയ്യാത്തവരൊന്ന് ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മാക്സിമം ഇതുപോലെ കൊത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് സ്ട്രെയിനൊന്നും എടുക്കേണ്ട. ചെറുതായിട്ടൊന്ന് കൊത്തുമ്പോൾ തന്നെ അതിൽ നിന്ന് തന്നെ എല്ലിൽ നിന്ന് എല്ലാം വിട്ട് വന്നോളും. കാരണം അത്രത്തോളം അത് വെന്തിരിക്കുവാണേ. ഇതിനകത്തുള്ള ബോൺസ് എല്ലാം ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം ഇതൊന്നും കൂടെ ഒന്ന് കൊത്തി കൊടുക്കുക.
ഇത് ഇത്രയും ചെയ്തിട്ടാണ് ഞാൻ ഇതിനകത്ത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുന്നത്. ഈ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉപ്പും എരിവും പുളിയും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഇതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോഴേക്കും നമ്മുടെ മസാല റെഡിയായി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കും പോലെ തന്നെയാണ് പുട്ടുകുറ്റി എടുക്കുക. അതിലേക്ക് ആദ്യം ചില്ലിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ മസാല നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും ചിക്കൻ മസാല അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പുട്ടിൻ്റെ മാവ് വരെ വെച്ചിട്ടില്ലേ അതും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഓരോന്നും വേരി ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ പ്രോസസ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ആവിയിൽ വെച്ച് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഈ പുട്ട് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. അതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ഇറച്ചിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പുട്ടാണ്. ആവിയൊക്കെ പറന്ന് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.